ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവവചനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബ് യേശുവിൻ്റെ സഹോദരനാണ് എന്ന് നമുക്കറിയാം. യാക്കോബിന്റെ ലേഖനത്തിൽ ഉടനീളം പ്രാർത്ഥനയുടെ വിടുതലുകൾ, സാധ്യതകൾ വിവരിക്കുന്ന ഒരു ലേഖനമാണ്. യാക്കോബ് അങ്ങനെ എഴുതാൻ കാരണം അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ചരിത്രം പറയുന്നത് മുട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ മുട്ട് ഒട്ടകത്തിൻ്റെ മുട്ടുപോലെ തഴമ്പുള്ളതായി മാറി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് ജയിച്ച മനുഷ്യൻ പ്രാർത്ഥനയെക്കുറിച്ച് ലേഖനത്തിൽ ഉടനീളം എഴുതുകയും അത് നമുക്കൊരനുഗ്രഹമാകുവാനും പ്രാർത്ഥിക്കുന്നവന് വിടുതലുണ്ടെന്ന് നമുക്കും അനുഭവിച്ചറിയുവാൻ ആ ലേഖനം നമ്മളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതോർത്ത് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യും. ഈ വചനത്തിലെ ഒരു പദം ഇങ്ങനെയാണ്: പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഫലിക്കാതെ പോകാം. ഈ വചനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ലെന്ന്, ലക്ഷണവിദ്യ അവനോട് ചേർന്ന് പറ്റുകയില്ലെന്ന്. അപ്പോൾ ഒരു ഇസ്രായേലിന് എത്രമാത്രം ആഭിചാരം ചെയ്താലും ഫലിക്കാതെ പോകും. മറ്റൊരു ഭാഗത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: രോചനക്കുരു ഫലിക്കയില്ല. രോചനക്കുരു എന്ന് പറഞ്ഞാൽ മരുന്ന്. അത് ചില ഏജുകളിൽ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ മരുന്ന് ഫലിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മരുന്ന് ഫലിക്കാതെ പോകാം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു സ്റ്റേറ്റ്മെന്റ്, 100 രോഗങ്ങളിൽ 10% രോഗങ്ങൾക്ക് പോലും മരുന്ന് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. 10% പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോഴും 90% രോഗത്തിന് മരുന്നില്ല. അപ്പോൾ രോഗത്തിന് മരുന്ന് ഫലിക്കാതെ പോകും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രാർത്ഥന ഫലിക്കുന്നു. പ്രാർത്ഥന ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവജനമേ, നമ്മുടെ ഏറ്റവും വലിയ ഉത്തേജനം എന്നുള്ളത് പ്രാർത്ഥന ഫലിക്കുമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ യാക്കോബ് പ്രാർത്ഥന ഫലിക്കുന്നു എന്ന പദം കൊണ്ട് നിർത്തുകയല്ല. അദ്ദേഹം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം. മുൻപ് അദ്ദേഹം പറഞ്ഞു, എല്ലാവരുടെയും പ്രാർത്ഥന ഫലിക്കത്തില്ല. ഒരു നീതിമാന്റെ പ്രാർത്ഥന അത് ഫലിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ബൈബിളിനകത്ത് നീതിമാന്മാരുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. ഞാൻ കുറച്ച് വേദഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുതി വെക്കുവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഒന്ന് പറയാം. സദൃശ്യവാക്യം 12:7 നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. സദൃശ്യവാക്യം 12:10 നീതിമാൻ തൻ്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു. 12:13 നീതിമാൻ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. 12:21 നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല. 12:26 നീതിമാൻ കൂട്ടുകാരനെ വഴികാട്ടിയാകുന്നു. 12
14. നീതിമാന്റെ വായുടെ ഫലത്താൽ നന്മ അനുഭവിക്കും, കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ലഭിക്കും. 9 വാക്യത്തിൽ നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു. 25 വാക്യത്തിൽ നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു. 14:32 സദൃശവാക്യം, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. സദൃശ്യ 14:10 നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. സദൃശ്യ 15:6 നീതിമാന്റെ വീട്ടിൽ നിക്ഷേപമുണ്ട്. സദൃശ്യ 15:12 നീതിമാന്റെ ഭവനം നിലനിൽക്കും. സദൃശ്യ 12:10 നീതിമാൻ നിമിത്തം പട്ടണം അനുഗ്രഹിക്കപ്പെടും. ദൈവമക്കളെ, നീതിമാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് കുറച്ചേ ഞാൻ വായിച്ചു. നിങ്ങൾ പിന്നെയും നോട്ട് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എല്ലാം പട്ടണം അനുഗ്രഹിക്കപ്പെടുന്നു, ഭവനം നിലനിൽക്കുന്നു, നിക്ഷേപമുണ്ട്, കൂടാരം തഴയ്ക്കും എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, നീതിമാനാണോ അത് ലഭിക്കുമെന്ന്. അപ്പോൾ ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൈവത്തിന്റെ ആലോചന ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഫലിക്കും. ആരുടെ പ്രാർത്ഥനയാണ്? നീതിമാന്റെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുത്ത് ജീവിക്കാം. ഞാനൊരു നീതിമാനായി ജീവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ഭവനവും നിലനിൽക്കത്തില്ല, നീതിമാന്റെ ഭവനമാണ് നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാരും കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല. നീ നീതിമാനാണോ, നീ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നീ നീതിമാനാണോ, ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാന്റെ അനുഗ്രഹങ്ങൾ ഇനി എത്രയോ ഉണ്ട്. ഇത് നിങ്ങൾ എഴുതുക, നിങ്ങളുടെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അത് നാം പ്രാപിക്കാൻ ഇടയായി തീരട്ടെ. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടയായി തീരട്ടെ. ഇന്ന് മെസ്സേജ് ഇവിടെ നിർത്തേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു. ഈ ഭൂമിയിൽ നമുക്ക് നീതിമാന്മാരായി ജീവിക്കാം. അങ്ങനെ നമ്മുടെ ഭവനം തഴയ്ക്കട്ടെ, നമ്മുടെ ഭവനം നിലനിൽക്കട്ടെ, കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, തിന്മ ഭവിക്കാതിരിക്കട്ടെ, വെളിച്ചം പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. നന്മ അനുഭവിക്കട്ടെ, കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ലഭിക്കട്ടെ, വേണ്ടുവോളം ഭക്ഷിക്കുവാൻ ആഹാരം ഉണ്ടാകട്ടെ, മരണത്തിലും പ്രത്യാശയുള്ളവരായി ജീവിക്കാം. ഇതിലൊക്കെ ഉപരി ഹല്ലേലൂയ പ്രാർത്ഥന ഫലിക്കും. എന്ന് വെച്ചാൽ നീതിമാന്റെ വാക്കുകൾ ദൈവം ഒപ്പുവെക്കും, ദൈവം കേൾക്കും, അതിന് മറുപടി അയക്കും. അതുകൊണ്ട് നീതിമാന്മാരായിരുന്ന് ഈ ഭൂമിയിൽ ജീവിക്കാം. കർത്താവ് നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ആ വചനം വച്ച് അനുഗ്രഹിക്കുന്നു. നീതിമാന്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് വചനം ഞങ്ങളോട് പറയുമ്പോൾ, കർത്താവേ, ഞങ്ങൾ നീതിമാന്മാരായി ജീവിക്കുവാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്കിടയാകണം. നീതിമാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ ചില വാക്യങ്ങളിലൂടെ മാത്രം വായിച്ചു. എന്നാൽ എത്രയോ അനുഗ്രഹമുണ്ട്. അതെല്ലാം ഈ വചനം കേൾക്കുന്ന അവിടുത്തെ ജനത്തിനു കൊടുക്കണമേ. നീതിമാന്മാരായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നീതിമാന്മാരായി ജീവിക്കുവാൻ ജനത്തിന് കർത്താവേ കൃപ കൊടുക്കണമേ. കർത്താവ് അതിന് അവരെ അനുഗ്രഹിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾ കാഴ്ചവെച്ച ക്രിസ്തുവേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ. സ്വർഗീയ
നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം ഏവർക്കും തരട്ടെ. ഹാവ് എ ബ്ലസ്സഡ് ഡേ. ഗോഡ് ബ്ലസ് യു.